ഉത്തരേന്ത്യയിലെ ബി.ജെ.പി. ഭരണ സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം ക്രൈസ്തവർക്കെതിരെ വ്യാപകമായി ദുരുപയോഗിക്കുന്നതിൽ ആശങ്ക പങ്കിട്ട് ഇരിഞ്ഞാലക്കുട രൂപത. പാകിസ്ഥാനിലെ കുപ്രസിദ്ധമായ മതനിന്ദ നിയമത്തിന് സമാനമാണിത്. വ്യാജ ആരോപണങ്ങൾ ഉണ്ടായാൽ പോലും വ്യക്തികൾക്കെതിരെ കേസെടുക്കാൻ പഴുതു നൽകുന്നതാണിത്. നിർബന്ധിച്ചുള്ള മതപരിവർത്തനം തടയുകയാണ് ലക്ഷ്യമെന്ന് പറയുന്നുണ്ടെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ മതസ്വാതന്ത്ര്യവും നിലനിൽപ്പും തകർത്ത് അവരെ പ്രധാന രംഗങ്ങളിൽ നിന്നും പുറത്താക്കുകയാണ് ലക്ഷ്യമെന്നും ചൂണ്ടിക്കാട്ടുന്നു. രൂപതയുടെ മുഖപത്രമായ കേരള സഭയുടെ ഏപ്രിൽ ലക്കത്തിലെ മതപരിവർത്തന നിരോധന നിയമം ഡെമോക്ലീസിന്റെ വാൾ എന്ന വാർത്തയിലാണ് ആശങ്ക പങ്കുവെക്കുന്നത്. നിയമത്തിന്റെ മറപിടിച്ച് ബി.ജെ.പിയും സംഘപരിവാറും ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ദിനംപ്രതി ക്രൈസ്തവർക്കെതിരെ വ്യാജ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും വൈദികരും കന്യാസ്ത്രീകളും അൽമായരും അറസ്റ്റിലാവുകയും ചെയ്യുന്നു. ഇതിന്റെ മറവിൽ ആരാധനാലയങ്ങളും സ്കൂളുകളും മറ്റ് സ്ഥാപനങ്ങളും ആക്രമിക്കുന്നത് പതിവായി. ഉത്തർപ്രദേശിൽ ഈ വർഷം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മാത്രം വൈദികരുൾപ്പെടെ 47 പേരെ വ്യാജ കേസിൽപ്പെടുത്തി ജയിലിലടച്ചു. ഇപ്പോഴും അവർ ജയിലിലാണ്. ഛത്തീസ്ഗഡിലാണ് ഏറ്റവും ഒടുവിൽ ഈ നിയമം പാസാക്കിയത്. ആസാം, മധ്യപ്രദേശ്, തെലങ്കാന, മംഗലാപുരം, ജമ്മു കാശ്മീർ തുടങ്ങി ഒട്ടേറെ സ്ഥലങ്ങളിൽ ഈ കരിനിയമത്തിന്റെ മൃഗീയമായ ദുരുപയോഗം നടത്തി വരുന്നുവെന്നും പത്രം ആശങ്കപ്പെടുത്തുന്നു. നിർണായകം ഈ തിരഞ്ഞെടുപ്പ് എന്ന തലക്കെട്ടിൽ രൂപത രാഷ്ട്രീയകാര്യ സമിതിയുടെ ആശങ്കയും ഈ ലക്കത്തിലുണ്ട്. ജനാധിപത്യം, ഭരണഘടന, മതസ്വാതന്ത്ര്യം, ന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പ് എന്നിവ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് നിർണായകമാണ്. ഇന്ത്യ ജനാധിപത്യ രാജ്യമായി തുടരുമോ അതോ മതാധിപത്യ മതമൗലിക രാഷ്ട്രമായി മാറുമോ എന്ന് ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമാക്കുമെന്നും പറയുന്നു. ഇക്കഴിഞ്ഞ 10 വർഷം കേന്ദ്രം ഭരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ ഇതുവരെയുള്ള ചെയ്തികളും നിലപാടുകളും ചിന്തകളും തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ വേറിട്ട് നിർത്തുന്നത്. ലോക്സഭയിലും രാജ്യസഭയിലും 3-2 ഭൂരിപക്ഷം കിട്ടിയാൽ ഭരണഘടന പൊളിച്ചെഴുതുമെന്ന് ആ പാർട്ടിയുടെ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ചില പാർട്ടികൾ സ്വീകരിക്കുന്ന മൃദു ഹിന്ദുത്വവും വോട്ടിൽ പ്രതിഫലിക്കുമെന്നും ലേഖനത്തിൽ പറയുന്നു.